DC യൂണിവേഴ്സിലെ അടുത്ത സിനിമയായ സൂപ്പർ ഗേളിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹൗസ് ഓഫ് ഡ്രാഗൺ സീരീസിലൂടെ ഫേമസായ മിലി ആൽകോക്കാണ് സൂപ്പർമാൻ്റെ കസിനായ കാര ജോറലായി ഇവിടെ എത്തുന്നത്. സൂപ്പർമാൻ്റെ അച്ഛനായ ജോറലിൻ്റെ ബ്രദറായ ജോറലിൻ്റെ മകളാണ് കാര. കണ്ടാൽ സൂപ്പർമാൻ്റെ അനിയത്തിയായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി സൂപ്പർമാനേക്കാൾ പ്രായമുണ്ട് ഈ കഥാപാത്രത്തിന്. ക്രിപ്റ്റോൺ തകരുന്നതിന് മുമ്പ് സൂപ്പർമാനെ പോലെ തന്നെ കാരയും അവിടുന്ന് രക്ഷപ്പെട്ടെങ്കിലും ഫാൻറ്റം സോണിൽ പെട്ടുപോയതുകൊണ്ടാണ് ഭൂമിയിലെത്താൻ വൈകുന്നതും സൂപ്പർമാനേക്കാൾ ചെറുപ്പമായിട്ട് തോന്നുന്നതും. ഇതാദ്യമായിട്ടല്ല സൂപ്പർ ഗേൾ എന്ന കഥാപാത്രം ബിഗ് സ്ക്രീനിലെത്തുന്നത്. 1984 റിലീസ് ചെയ്ത സൂപ്പർ ഗേൾ ദ മൂവിയിലൂടെ വന്നിട്ടുണ്ടെങ്കിലും ആ സിനിമ ഒരു പരാജയമായിരുന്നു. പിന്നീട് 2015 സൂപ്പർ ഗേൾ സീരീസിലൂടെയും മറ്റ് ആനിമേറ്റഡ് സിനിമകളിലൂടെയൊക്കെ ആ ക്യാരക്ടർ വീണ്ടും ഫേമസ് ആകുകയായിരുന്നു. 2023 ഫ്ലാഷ് സിനിമയിലും സൂപ്പർ ഗേൾ ഒരു പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നു. പുതിയ സൂപ്പർ ഗേൾ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ജെയിംസ് ഗൺ അല്ല, ഐറ്റോണിയ, ക്രൂവല്ല എന്നിങ്ങനെയുള്ള ഫീമെയിൽ സെൻട്രിക് സിനിമകൾ മുൻപും ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ക്രൈഗ് ഗില്ലസ്പിയാണ്. ഈ സിനിമയുടെ ഡയറക്റ്റ് ഇൻസ്പിറേഷൻ 2021 ഇറങ്ങിയ സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമാറോ എന്ന 8 ഇഷ്യൂ ഉള്ള കോമിക്കിൽ നിന്നാണ്. ആ കോമിക്കിൻ്റെ ഒരു ഡയറക്റ്റ് അഡാപ്റ്റേഷൻ ആകുമോ ഈ സിനിമ എന്നെനിക്ക് കണ്ടറിയണം. സൂപ്പർമാൻ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കംപ്ലീറ്റ് സ്പേസ് അഡ്വഞ്ചർ വൈബ് തരുന്ന സിനിമയായിരിക്കും ഇവിടെ. ഈ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യാനുള്ള മറ്റൊരു പ്രധാന കാരണം ഇതിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ലോബോ എന്ന സ്പേസ് ബൗണ്ടി ഹണ്ടറായി എത്തുന്നത് ജെയ്സൺ മൊമോവയാണ്. കിഡിലൻ ക്യാരക്ടറാണ്. ഈവൻ സ്റ്റാൻലിയുടെ പോലും ഫേവററ്റ് DC കഥാപാത്രങ്ങളൊന്നാണ് ഈ ആൻറ്റി ഹീറോ. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ ജെയ്സൺ മൊമോവ അല്ലാതെ മറ്റൊരാൾ ഭൂമിയിൽ കാണില്ല. സൂപ്പർ ഗേൾ റിലീസ് ചെയ്യുന്നത് 2026 ജൂൺ 26-നാണ്.